അപ്പോൾ പടം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ പടത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതലായി പറയുന്നത് തനിക്ക് നന്നായി അറിയാവുന്ന ഒരു സോണിലിട്ട് മകനെ ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഫാസിലിന്റെ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെ 8-9 വർഷത്തേക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കാനും അഭിനയം പഠിക്കാനും പ്രേരിപ്പിച്ച ഒരു സിനിമ. ഇതൊക്കെയാവും ആ അഭിപ്രായങ്ങൾ അല്ലെ. ബട്ട് എന്നെ സംബന്ധിച്ച് അത് പറയുന്നതിന് മുമ്പ് എന്റെ സ്ഥിരം ഡയലോഗ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരുപക്ഷെ ആ സിനിമയോടല്ല, മറിച്ച് ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തോടുള്ള എന്റെ സ്നേഹമായിരിക്കും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. എനിവേസ്, ബാക്ക് ടു മൈ ഒപ്പീനിയൻ, ദിസ് മൂവി ഈസ് നോട്ട് ദാറ്റ് ബാഡ് ആക്ച്വലി. ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ മുതൽ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കത്തി നിന്നിരുന്ന ദിലീപ് വരെ അത്യാവശ്യം എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടായിരിക്കും ആളുകൾ ഫഹദ് ഫാസിലിന് ആ സിനിമയിൽ വലിയ എക്സ്പ്രഷൻ ഒന്നും വന്നില്ല, ആൾക്കൊന്നും ഇമോട്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് ക്രിട്ടിസൈസ് ചെയ്തത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അനിയത്തിപ്രാവ് സിനിമയിൽ കുഞ്ചാക്കോ ബോബനും കാര്യമായ എക്സ്പ്രഷൻ ഇട്ടതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിലെ നായകൻ വർക്കൗട്ടായി, എന്നാൽ ഇതിലെ നായകൻ ഫീൽഡ് ഔട്ടായി. ബട്ട് ഓരോരുത്തർക്കും നല്ലത് സംഭവിക്കേണ്ട സമയം വ്യത്യസ്തമായിരിക്കുമല്ലോ. എനിവേസ്, ഒരു തണുത്ത രാത്രിയിൽ ഒരു പണിയില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്മൂത്ത് പടം. അതാണ് എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ.